ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു കോപ്പറേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സിനെ പറ്റിയാണ്, ക്യാംകോനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ക്യാംകോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളവും കർണാടകവും എന്താണ് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത് ക്യാംകോ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് അരക്കനെറ്റ്, അടക്കയുടെയും പിന്നെ എന്താണ് കൊക്കോയുടെയും മാർക്കറ്റിങ്ങും അതിൻ്റെ പ്രൊക്യൂർമെൻറ്റും പിന്നെ എന്താണ് അതിൻ്റെ പ്രോസസ്സിങ്ങും ചെയ്യുക എന്നുള്ളതാണ് ക്യാംകോ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ക്യാംകോനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത് ക്യാംകോയുടെ ചോക്ലേറ്റുകൾ അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കടകളിൽ കാണാറുള്ളതാണ് ഇത് ക്യാംകോയുടെ ചോക്ലേറ്റ്സ്, മറ്റേ മിൽക്കി ബാർ ആയാലും അതിൻ്റെ ചോക്കോ ബാർ ആയാലും എല്ലാം നമ്മൾ കടകളിൽ കാണാറുള്ളതാണ്. അപ്പോൾ ക്യാംകോ എന്ന് പറയുന്നത് കേരളവും കർണാടകവും ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത് ക്യാംകോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്യാംകോയുടെ ഒറിജിനെ പറ്റി പറയുമ്പോൾ എന്താണ്, 1970 കാലഘട്ടങ്ങളിൽ കൊക്കോയുടെ മാർക്കറ്റ് വില അല്ലെങ്കിൽ കൊക്കോയുടെ ഒരു വിപണന വില എന്താണ് ഇടിയുകയും പിന്നെ അത് കൊക്കോ ഫാമേഴ്സിന് വേണ്ടി എന്താണ് ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുകയും അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫാമേഴ്സിന് കൈത്താങ്ങ് കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് കോപ്പറേറ്റീവ് ബേസിസിൽ ക്യാംകോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ജന്മം നൽകുന്നത് അല്ലേ. അപ്പോൾ ക്യാംകോ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മാംഗ്ലൂര് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ക്യാംകോ എന്ന് പറഞ്ഞാൽ എന്താണ്. ക്യാംകോയുടെ ഫുൾ ഫോം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ്? സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. എന്താണ്? ദി സെൻട്രൽ അരക്കനെറ്റ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, ക്യാംകോയുടെ ഫുൾ ഫോം ആണ്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്യാംകോ വാസ് രജിസ്റ്റേർഡ് ഓൺ 11th July 1973 അല്ലേ. 1973 11th ജൂലൈയിലാണ് ഇത് ക്യാംകോ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 7 അണ്ടറിലും ആൻഡ് റെഡ് വിത്ത് സെക്ഷൻ 4(2) ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. അപ്പോൾ കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും പിന്നെ എന്താണ് ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരം രജിസ്റ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. കാര്യം എന്താണ്? ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയൊക്കെ വരുന്നുണ്ട്? കർണാടക മാത്രമാണോ? അല്ല, കേരളവും കൂടെ ചേർന്നാണ് എന്ത് ക്യാംകോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? ക്യാംകോനെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അത് രജിസ്റ്റർ ചെയ്തപ്പോൾ വന്നപ്പോൾ എങ്ങനെയാണ്? കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും അതുകൂടാതെ എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവുമാണ് എന്ത് ക്യാംകോനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി എന്താണ് പറയുന്നത് നോക്കുക. ദി ക്യാംകോ ലിമിറ്റഡ് ആസ് എ കോപ്പറേറ്റീവ് ഇസ് ദ സക്സസ് സ്റ്റോറി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അല്ലേ. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, പിന്നെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അല്ലേ. ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത് ക്യാംകോ എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്യാംകോ ലിമിറ്റഡ് ആസ് എ കോപ്പറേറ്റീവ്, ഒരു കോപ്പറേറ്റീവ് എന്നുള്ള ബേസിസിൽ എന്താണ് അതൊരു വലിയൊരു സക്സസ് ആണ്. അത് എന്തിനു വേണ്ടിയാണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന ടാഗ് ലൈനോടുകൂടി ഉണർന്നു നിൽക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത് ക്യാംകോ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കർണാടകയിലെ മാംഗ്ലൂരാണ് എന്ത് ക്യാംകോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ. എന്നാൽ ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുമ്പോൾ കർണാടക മാത്രമല്ല, കേരളവും കർണാടകവും ചേർന്നിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ഓഫ് ഓപ്പറേഷനാണ് എന്ത് ക്യാംകോയ്ക്കുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാംകോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കേരളവും കർണാടകവും 2 സ്റ്റേറ്റുകൾ ചേർന്നിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് കേട്ടോ. എന്നാൽ ഇവരുടെ പ്രൊക്യൂർമെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ അത് കേരളത്തിലും കർണാടകത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവർക്ക് എന്താണ് ആസാമിലും എന്ത് റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിന്റെ സ്ഥലങ്ങളുണ്ട്, ഏരിയാസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവരുടെ പ്രവർത്തന പരിധി പ്രവർത്തന ഏരിയ ഓഫ് ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവും കർണാടകയും ആകുന്നു. ഇവരുടെ പ്രൊക്യൂർമെന്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇവർ സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് എവിടുന്നൊക്കെ സംഭരിക്കുന്നു, ഈ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് എവിടുന്നൊക്കെ സംഭരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളവും കർണാടകവും മാത്രമല്ല ആസാമും വരുന്നുണ്ട്. ഓക്കെ, ആസാമും എന്താണ് ഇവരുടെ പ്രൊക്യൂർമെന്റ് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ്. എന്നാൽ ഇവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ ഇന്ത്യൻ യൂണിയൻ ആണ് കേട്ടോ. ഇന്ത്യ ഒട്ടാകെയാണ് എന്ത് ഇവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. കാര്യം എന്താണ്? ഇവരുടെ പ്രൊഡക്റ്റുകൾ എവിടെ മാത്രമാണ്? കേരളത്തിലും കർണാടകയിലും മാത്രമല്ല അത് വിൽക്കുന്നത്, ഇന്ത്യ ഒട്ടാകെയാണ് ക്യാംകോയുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ കേരളവും കർണാടകവും പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ അറിവിലേക്കും കൂടി എന്ത് മനസ്സിലാക്കി വെക്കുക, ആസാമും കൂടെ എന്താണ് ഇവരുടെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഏരിയയിൽ വരുന്നതാണ്. അതുകൂടാതെ ഇവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുമ്പോൾ അത് ഇന്ത്യൻ യൂണിയൻ മൊത്തത്തിൽ വരും അല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം മൊത്തം എന്താണ് ഇവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ്.
ഇനി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അടുത്ത എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ആസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് കർണാടക ആൻഡ് കേരള. അപ്പോൾ കർണാടകയുടെയും കേരളത്തിൻ്റെയും ഒരു ജോയിന്റ് വെഞ്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏത്? ക്യാംകോ എന്ന് പറയുന്നത് അല്ലേ. ഈ പോയിന്റ് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്ത്? ക്യാംകോ എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെ ജോയിന്റ് വെഞ്ചറാണ്? കേരള ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റിന്റെയും കേരള സ്റ്റേറ്റിന്റെയും എന്താണ് ജോയിന്റ് വെഞ്ചറായിട്ടാണ് ക്യാംകോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ക്യാംകോസ് മെയിൻ ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ്സ് ദി പ്രൊക്യൂർമെന്റ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ ഗ്രോൺ ബൈ മെമ്പർ കൾട്ടിവേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പോയിന്റ് എന്താണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊക്യൂർമെന്റ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ ഫ്രം മെമ്പർ കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ മെമ്പേഴ്സ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും എന്താണ് അടക്കയും പിന്നെ അത് മാത്രമല്ല കൊക്കോയും എന്ത് ചെയ്യുക? പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അത് കൂടാതെ എന്താണ് മറ്റ് ഗ്രോവേഴ്സിൽ നിന്നും അല്ലേ, മറ്റ് ഗ്രോവേഴ്സ് പുറത്തു നിന്നുള്ള മറ്റ് ഗ്രോവേഴ്സിൽ നിന്നും കൂടി എന്ത് ചെയ്യുക? ഈ അരക്കനട്ട് ആയാലും അല്ലെങ്കിൽ കൊക്കോ ആയാലും അതിൻ്റെ പ്രൊക്യൂർമെന്റ് നടത്തുക. അത് എങ്ങനെ നടത്തണമെന്നാണ്? ഒന്നില്ലെങ്കിൽ ഏജൻസി ബേസിസിലോ അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസിലോ. ശ്രദ്ധിക്കുക, ഔട്ട്റൈറ്റ് പർച്ചേസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഡിസ്ട്രസ് സെയിലിൻ്റെ സമയത്ത് നമ്മൾ അവർക്ക് കർഷകർക്ക് ഒരു കൈത്താങ്ങ് പോലെ കൊണ്ടുവരുന്നതാണ് എന്താ ഔട്ട്റൈറ്റ് പർച്ചേസ് സ്കീം അല്ലേ. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസിലോ അല്ലെങ്കിൽ ഏജൻസി ബേസിസിലോ എന്ത് ചെയ്യുക? കൾട്ടിവേറ്റേഴ്സ് അവരുടെ സ്വന്തമായിട്ടുള്ള മെമ്പർ കൾട്ടിവേറ്റേഴ്സിൽ നിന്നും മാത്രമല്ല പുറത്തു നിന്നുള്ള അതർ ഗ്രോവേഴ്സിൽ നിന്നും എന്ത് ചെയ്യുക? കൊക്കോയും അരക്കനട്ടും പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ക്യാംകോയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ കൊക്കോ കർഷകരെ, കൊക്കോ കൾട്ടിവേറ്റേഴ്സിനെയും അരക്കനട്ട് അടയ്ക്ക കർഷകരെ എന്ത് ചെയ്യുക? സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് എന്ത് ക്യാംകോ മുൻകൈ എടുത്ത് വരുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാംകോനെ പറ്റിയുള്ള കുറച്ച് ഫാക്റ്റുകളാണ് അല്ലേ. ക്യാംകോനെ പറ്റിയുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. എന്തൊക്കെയാണ്? ഇൻ 1986 ക്യാംകോ എസ്റ്റാബ്ലിഷ്ഡ് എ ചോക്ലേറ്റ് മാനുഫാക്ചറിംഗ് ഫാക്ടറി അറ്റ് കെമിഞ്ചി വില്ലേജ് ഇൻ പുട്ടൂർ താലൂക്ക് ഇൻ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റ് അല്ലേ. അപ്പോൾ കർണാടകയുടെ ദക്ഷിണ സൗത്ത് ഏരിയയിലുള്ള പുട്ടൂർ താലൂക്കിലെ കെമിഞ്ചെ വില്ലേജിലാണ് എന്ത് ഇവർ ആദ്യമായിട്ടൊരു 1986 ഇവരൊരു ചോക്ലേറ്റ് ഫാക്ടറി മാനുഫാക്ചറിങ് ഫാക്ടറി കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ എവിടെയാണ്? പുട്ടൂർ താലൂക്കിൽ, ദക്ഷിണ കർണാടകയിലെ പുട്ടൂർ താലൂക്കിലാണ് എന്താ ഇവർ ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ഫാക്ടറി കൊണ്ടുവരുന്നത്. ഇനി എന്താണ്? ശ്രീ വർണാശി സുബ്ബരായ ഭട്ട് അല്ലേ. എന്താണ്? വരണാശി സുബ്ബരായ ഭട്ട് വാസ് ദി ഫൗണ്ടർ പ്രസിഡന്റ് ഓഫ് ക്യാംകോ. അപ്പോൾ ക്യാംകോയുടെ ഫൗണ്ടർ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? വരണാശി സുബ്ബരായ ഭട്ടാണ്. ഓക്കെ, വരണാശി സുബ്ബരായ ഭട്ടാണ് ക്യാംകോയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ്? ഈ പുട്ടൂരിലുള്ള ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറിയാണ് എന്ത് ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി ഇൻ സൗത്ത് ഏഷ്യ, പുട്ടൂർ ബൈ ക്യാംകോ അല്ലേ. ഇത് വരുന്ന വർഷം ഏതാണ്? 1986 സെപ്റ്റംബർ 1 പുട്ടൂരിൽ ഈ ഒരു ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറി കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി ആർക്കാണ്? ക്യാംകോയുടെ ഉടമസ്ഥതയിലാണുള്ളത്. അത് പുട്ടൂർ വില്ലേജിലാണ് അല്ലേ. സൗത്ത് കന്നഡയിലെ പുട്ടൂർ വില്ലേജിലാണുള്ളത്. അത് വരുന്നത് സെപ്റ്റംബർ 1 1986 വരുന്നത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ദി ഫാക്ടറി ഓൾസോ എൻറ്റേർഡ് ഇൻ ടു ടെക്നിക്കൽ കോപ്പറേഷൻ വെഞ്ചർ വിത്ത് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് ഫോർ ഡൈവേഴ്സിഫൈയിങ് പ്രൊഡക്റ്റ് ബ്രാൻഡ്സ് അല്ലേ. അപ്പോൾ അവരുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നെസ്ലെ ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ പുട്ടൂരിലെ ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറി കൈകോർക്കുകയും അതുകൂടാതെ ടെക്നിക്കൽ ഇന്നോവേഷൻസ്, ടെക്നിക്കൽ ഡെവലപ്മെന്റ് നടത്തുകയും പിന്നെ എന്താണ് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യാംകോയുടെ പുട്ടൂരിലെ ചോക്ലേറ്റ് ഫാക്ടറി എന്ത് ചെയ്യുകയാണ്? നെസ്ലെ ഇന്ത്യയുമായിട്ട് കൈകോർക്കുകയും അതുവഴി എന്താണ് അവരുടെ ബിസിനസ് വളർത്താനും വേണ്ടി ശ്രമിച്ചു. ഇനി അടുത്ത എന്താണ്? ക്യാംകോ ചോക്ലേറ്റ് ഫാക്ടറി സർട്ടിഫൈഡ് വിത്ത് FSSC, ISO ആൻഡ് OHSAS. ഓക്കെ, അപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെയും പിന്നെ ISOയുടെയും പിന്നെ എന്താണ് OHSASന്റെയും കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ നേടിക്കൊണ്ടാണ് എന്ത് ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈ ഫാക്ടറികളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1986 എന്ത് ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ഫാക്ടറി ക്യാംകോ കൊണ്ടുവരുന്നത്. എവിടെയാണ് കൊണ്ടുവരുന്നത്? പുട്ടൂർ വില്ലേജിലാണ് കൊണ്ടുവരുന്നത് അല്ലെ. പുട്ടൂർ താലൂക്കിലാണ് കൊണ്ടുവരുന്നത്. ദക്ഷിണ കന്നഡയിലെ പുട്ടൂർ താലൂക്കിലെ കെമിഞ്ചെ വില്ലേജിലാണ് കൊണ്ടുവരുന്നത്. ഇനി ക്യാംകോയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആരാണ്? വരണാശി സുബ്ബരായ ഭട്ടാണ് അല്ലേ. വരണാശി സുബ്ബരായ ഭട്ടാണ് എന്ത് ക്യാംകോയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഇനി ഈ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത് ഏതാണ്? ക്യാംകോയുടെ ഉടമസ്ഥതയിലുള്ള 1986 സെപ്റ്റംബർ 1 വന്ന ചോക്ലേറ്റ് ഫാക്ടറിയാണ് എന്ത് സൗത്ത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി ആയിട്ട് അറിയപ്പെടുന്നത് അല്ലേ, പുട്ടൂർ താലൂക്കിലുള്ളത് അല്ലേ.
ഇനി എന്താണ് ഈ പുട്ടൂർ താലൂക്കിലുള്ള നമ്മുടെ ഈ ക്യാംകോയുടെ ഉടമസ്ഥയിലുള്ള ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആരുമായിട്ട് കൈകോർക്കുകയാണ്? നെസ്ലെയുമായിട്ട് കൈകോർക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനും അത് കൂടാതെ അവരുടെ ബിസിനസ് വളർത്തിയെടുക്കാനും വേണ്ടിയാണ്. ഇനി എന്താണ് ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറി എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? ISO സർട്ടിഫൈഡ് ആണ്, പിന്നെ എന്താണ് ഫുഡ് സേഫ്റ്റി FSSC സർട്ടിഫൈഡ് ആണ്, പിന്നെ എന്താണ് OHSASന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് ക്യാംകോയുടെ ചോക്ലേറ്റ് ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് ക്യാംകോയിൽ നോക്കാനുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ? പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ടു പ്രൊക്യൂർ അരക്കനട്ട് ആൻഡ് കൊക്കോ ഫ്രം ഫാമേഴ്സ് ഓൺ ഏജൻസി ബേസിസ് ഓർ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസ് അല്ലേ? അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ടു പ്രൊക്യൂർ അരക്കനട്ട് ആൻഡ് കൊക്കോ ഫ്രം ഫാമേഴ്സ് ഓൺ ഏജൻസി ബേസിസ് ഓർ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസ്. അപ്പോൾ ഏജൻസി ബേസിസിലോ അല്ലെങ്കിൽ എന്താണ് ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസിലോ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നും അടക്കയും പിന്നെ എന്താണ് കൊക്കോയും കൃത്യമായിട്ട് പ്രൊക്യൂർ ചെയ്യുക അല്ലെങ്കിൽ സംഭരിക്കുക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? ഇതാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ടു സെൽ അരക്കനട്ട് ആൻഡ് കൊക്കോ ആൻഡ് ദെയർ പ്രൊഡക്ട്സ് ടു ദി ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഈ ഒരു കൾട്ടിവേറ്റേഴ്സിൻ്റെ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്ന രീതിക്ക് തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു അരക്കനട്ട് അല്ലെങ്കിൽ കൊക്കോ എന്ത് ചെയ്യണം? വിറ്റഴിക്കാൻ വേണ്ടി ആര് ശ്രദ്ധിക്കണം? ക്യാംകോ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ അരക്കനട്ടും പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റുകൾ, അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൊക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബൈ പ്രൊഡക്റ്റുകളെല്ലാം കൃത്യമായിട്ടുള്ള വില ഉറപ്പാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വിറ്റഴിക്കാനായിട്ട് ക്യാംകോ ശ്രദ്ധിക്കണം. ഇനി എന്താണ്? ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കൾട്ടിവേഷൻ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ. അപ്പോൾ അരക്കനട്ടിൻ്റെയും കൊക്കോയുടെയും കൃത്യമായിട്ടുള്ള മാർക്കറ്റിങ്ങും കൾട്ടിവേഷനും പ്രോസസ്സിങ്ങും എല്ലാം എന്ത് ചെയ്യാൻ? പ്രൊമോട്ട് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയുള്ള വഴികൾ മുൻകൈ എടുത്ത് നടത്തണമെന്ന് ക്യാംകോയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് വരുന്നു അല്ലേ? അപ്പോൾ ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അരക്കനട്ട് ആൻഡ് കൊക്കോ എന്ന് പറയുന്നത് ക്യാംകോയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവിൽ ഒന്നാണ്. ഇനി എന്താണ്? ടു അഡ്വാൻസ് ലോൺസ് ടു മെമ്പേഴ്സ് ഓൺ ദ പ്ലഡ്ജ് ഓഫ് ഗുഡ്സ് അല്ലേ? അപ്പോൾ ഗുഡ്സ് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ആർക്ക് ലോൺ കൊടുക്കുക? ഇവരുടെ മെമ്പർ കൾട്ടിവേറ്റേഴ്സിന് എന്ത് ചെയ്യുക? ലോൺ കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളത് എന്താണ്? ക്യാംകോയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ക്യാംകോയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? അതെല്ലാം എന്ത് ബന്ധപ്പെടുത്തിയാണ് വരുന്നത് അല്ലേ? എന്തൊക്കെയാണ്? അരക്കനട്ടിൻ്റെയും കൊക്കോയുടെയും കൃത്യമായിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് നടത്തുക അല്ലേ? പിന്നെ എന്താണ്? അരക്കനട്ടും കൊക്കോയും ആ ഫാമേഴ്സിന് കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക, വിറ്റഴിയുക. ഓക്കെ, പിന്നെ എന്താണ്? ഈ അരക്കനട്ടിൻ്റെയും കൊക്കോയുടെയും കൾട്ടിവേഷനും പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ മുൻകൈ എടുത്ത് നടത്തുക. പിന്നെ എന്താണ്? ഗുഡ്സ് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ഫാമേഴ്സിന് എന്ത് ചെയ്യുക? അഡ്വാൻസ് കൊടുക്കാനുള്ള പരിപാടികളും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാംകോ മുൻകൈ എടുത്ത് നടത്തുന്നുണ്ട്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാംകോയുടെ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ക്യാംകോയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വെസ്റ്റ് ആണ് അല്ലെ? അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാംകോ വെസ്റ്റ് വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ക്യാംകോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ? 17 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് എന്ത്? ക്യാംകോയുടെ ദൈനംദിന മാനേജ്മെൻറ്റ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഇനി എന്താണ് പറയുന്നത്? ദി ബോർഡ് കൺസിസ്റ്റ് ഓഫ് 17 മെമ്പേഴ്സ്. ശ്രദ്ധിക്കുക, 17 മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത് ക്യാംകോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത് അല്ലേ? ഈ 17 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേർന്നാണ്? ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത്? 17 മെമ്പേഴ്സ് എന്ന് കണക്കാക്കുന്നത് അല്ലേ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ട്? 17 മെമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ മാനേജിംഗ് ഡയറക്ടറിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത്? 17 മെമ്പേഴ്സ് വരുന്നത്. ഇനി എന്താണ്? ദ ഡേ ടു ഡേ ഫംഗ്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദി മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ദൈനംദിന പരിപാടികളെല്ലാം കൃത്യമായി നോക്കി നടത്തേണ്ട ചുമതല ആർക്കാണുള്ളത്? ദ ഡേ ടു ഡേ ഫംഗ്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദി മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ മാനേജിംഗ് ഡയറക്ടറാണ് എന്ത്? ദൈനംദിന പരിപാടികൾ കൃത്യമായിട്ട് നോക്കി നടത്താനുള്ള ചുമതല അല്ലേ? ഇനി എന്താണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് ബിസിനസ് കമ്മിറ്റി ഡിസൈഡ്സ് ഫ്യൂച്ചർ ബിസിനസ് ഫോർമുലാസ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിക്ക് അകത്ത് തന്നെ എന്താണ്? ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിന്നെ എന്താണ്? ഒരു ബിസിനസ് കമ്മിറ്റിയും ഉണ്ടായിരിക്കും. ഈ രണ്ട് കമ്മിറ്റികളാണ് എന്ത്? ഈ ക്യാംകോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസിഷൻസിനെ പറ്റിയുമുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നിക്ഷിപ്തമായിട്ടുള്ള ആ ഒരു ചുമതല നിക്ഷിപ്തമായിട്ടുള്ള രണ്ട് കമ്മിറ്റികളാണ് ഏത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിന്നെ എന്താണ്? ബിസിനസ് കമ്മിറ്റിയും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാനേജിംഗ് കമ്മിറ്റിക്ക് അകത്ത് തന്നെയുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് കമ്മിറ്റികളിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് ക്യാംകോയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മൊത്തം 17 പേരുണ്ട്. ഈ 17 പേരിൽ ഉൾപ്പെടുന്ന ഒരാളാണ് എന്ത്? മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യുന്ന ആരാണ്? മാനേജിംഗ് ഡയറക്ടറാണ് ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നത്. ഇനി മാനേജിംഗ് കമ്മിറ്റിക്ക് അകത്ത് തന്നെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിന്നെ എന്താണ്? ബിസിനസ് കമ്മിറ്റിയുമാണ് എന്ത്? ക്യാംകോയുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി ഡിസിഷൻസ് എടുക്കുന്നതും അത് ഫോർമുലേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 17 മെമ്പേഴ്സാണ് മാനേജ്മെൻറ്റിലുള്ളത്. ഇനി
ക്യാംകോയുടെ പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ക്യാംകോയ്ക്ക് 4 ഡൈവേഴ്സിഫൈഡ് റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ആണുള്ളത്. എന്താണ് 4 ഡൈവേഴ്സിഫൈഡ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റാണുള്ളത്. ഏതൊക്കെയാണ്? അരക്ക അല്ലേ. അരക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അടയ്ക്ക അല്ലേ. നമ്മൾ അടയ്ക്ക എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത് അരക്ക എന്ന് പറയുന്നത്. ഇനി എന്താണ്? പെപ്പർ, കുരുമുളകാണ് എന്ത് ക്യാംകോയുടെ മറ്റൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിൽ വരുന്ന ഒരു കാര്യം. പിന്നെ എന്താണ്? മൂന്നാമതായി വരുന്നത് എന്താണ്? കൊക്കോ ആണ് അല്ലേ. കൊക്കോ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ എന്താണ്? ക്യാംകോയുടെ ഒരു റോ മെറ്റീരിയൽ വരുന്നതാണ്. പിന്നെ എന്താണ്? റബ്ബറും എന്താണ്? ക്യാംകോയുടെ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഒരു സാധനമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അരക്ക, പെപ്പർ, കൊക്കോ, റബ്ബർ. അപ്പോൾ ഈ 4 ഡൈവേഴ്സിഫൈഡ് കാറ്റഗറിയിൽ നിന്നുമാണ് എന്ത് ക്യാംകോ അഗ്രികൾച്ചറിസ്റ്റിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റുകൾ പ്രൊക്യൂർ ചെയ്യുകയും അത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യുകയും പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് പരിപാടികളിലേക്ക് പോവുകയും ചെയ്യുന്നത് അല്ലേ. ഇനി ഇവർ കൊക്കോയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ കൊക്കോ പ്രൊക്യൂർമെന്റിൽ നിന്നും ഇവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഇവരുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഇവർ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്ത് ക്യാംകോ ചോക്ലേറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. ഈ പടത്തിൽ കാണുന്ന ചോക്ലേറ്റുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും കടകളിൽ അല്ലേ. ഈ ക്രീം എന്ന് പറയുന്നതും മെൽറ്റോ എന്ന് പറയുന്നതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന ചോക്ലേറ്റുകളാണ് അല്ലേ. അപ്പോൾ ഇവരുടെ ഈ ചോക്ലേറ്റുകളുടെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഫൺടാൻ, ഡയറ്റർ, ക്രഞ്ച്, മിൽക്ക് മാർവൽ, ഡയറി ഡ്രീം, മെൽറ്റോ, ടെർബോ, ക്രഞ്ചോസ്, മെഗാബൈറ്റ്, ക്രസ്റ്റ്, ക്യാംകോ ബാർ, ക്രീം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ചോക്ലേറ്റ്സിന് തന്നെ പല രീതിയിൽ ഇവർ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലക്ഷറി ചോക്ലേറ്റ്സ്, പ്രീമിയം ചോക്ലേറ്റ്സ് എന്നും പിന്നെ എന്താണ് ഗിഫ്റ്റ് ബോക്സുകൾ, അങ്ങനെ കുറച്ച് ഡൈവേഴ്സിഫിക്കേഷൻ ഈ ചോക്ലേറ്റുകളുടെ ഇടയിൽ തന്നെ വരുന്നുണ്ട്. എങ്കിലും ഈ പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി എന്താണ്? കൊക്കോ മാസ്, കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ ആൻഡ് ചോക്ലേറ്റ് ഡ്രിങ്ക് അല്ലെ. ഈ പ്രൊഡക്റ്റുകളും എന്താണ്? ഇവരുടെ കൊക്കോ റോ മെറ്റീരിയൽസിൽ നിന്നും ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്. കൊക്കോ മാസും കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും പിന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക്. അപ്പോൾ ഇവരുടെ ക്യാംകോ ചോക്ലേറ്റ്സ് എന്ന പേരിലുള്ള അറിയപ്പെടുന്ന ചോക്ലേറ്റുകളാണ് ഏതൊക്കെയാണ്? ഈ കാണുന്ന ചോക്ലേറ്റുകളെല്ലാം ഇവരുടെ ക്യാംകോ ചോക്ലേറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, പ്രധാനപ്പെട്ടത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവരുടെ കൊക്കോ പ്രൊഡക്റ്റുകളിൽ വരുന്ന മറ്റ് സാധനങ്ങളാണ് ഏതൊക്കെ? കൊക്കോ മാസും കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും പിന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കൊക്കോയിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിൻ പ്രൊഡക്റ്റുകൾ എന്ന് നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? 4 തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് റോ മെറ്റീരിയൽസ് ആണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രൊക്യൂർ ചെയ്യുന്നത് അല്ലേ. അരക്ക, കൊക്കോ, പിന്നെ എന്താണ്? പെപ്പർ, റബ്ബർ അല്ലേ. പിന്നെ ഇവരുടെ ക്യാംകോ ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ശൃംഖല തന്നെ എന്തുണ്ട്? ക്യാംകോയ്ക്ക് ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട മാത്രം ഓർത്ത് വെക്കുക. ഇനി ഇവർക്ക് എന്താണ്? മാനുവൽസും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒരു വിഭാഗം കൂടിയുണ്ട് കേട്ടോ. ഇവർക്ക് മാനുവൽസും ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു വിഭാഗം കൂടിയുണ്ട്. അതിൽ 3 പേര് മാത്രം ഒന്ന് ജസ്റ്റ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്യാംകോ ആയുഷ്, ക്യാംകോ പുഷ്ടിക ആൻഡ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മാനുവൽസ് ഫെർട്ടിലൈസേഴ്സ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഏതൊക്കെ? ക്യാംകോ ആയുഷ്, ക്യാംകോ പുഷ്ടിക, ക്യാംകോ കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ക്യാംകോ കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ഇത് 3 ഇവരുടെ മാനുവൽസും ഫെർട്ടിലൈസേഴ്സും എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ശൃംഖല എടുക്കുമ്പോൾ മെയിനായിട്ട് 4 കാറ്റഗറിയിലാണ് ഇവർ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? പ്രൊക്യൂർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതുകൂടാതെ ഇവരുടെ ക്യാംകോ ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം തന്നെ ഇവർക്കുണ്ട്, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ്? ഇവരുടെ മാനുവൽസും ഫെർട്ടിലൈസേഴ്സും എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 3 പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ 3 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്യാംകോ ആയുഷ്, ക്യാംകോ പൗഷ്ടിക, പിന്നെ എന്താണ്? ക്യാംകോ കോപ്പർ സൾഫേറ്റ്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരുടെ കുറച്ച് ഫാക്റ്റുകളെ പറ്റിയാണ്. എന്താണ്? ഇൻ 11th February 2023 ക്യാംകോ സെലിബ്രേറ്റ്സ് ഗോൾഡൻ ജൂബിലി അല്ലേ. അപ്പോൾ 2023 ഫെബ്രുവരി 11 എന്താണ്? ക്യാംകോ ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യണം. ക്യാംകോ വന്ന വർഷം ഏതാണ്? 1973. അപ്പോൾ 2023 ആകുമ്പോൾ എന്താവുകയാണ്? 50 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് ക്യാംകോ എന്ത് ചെയ്യണം? ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടഡ് ബൈ രജിസ്റ്ററിങ് ആസ് പെർ കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം സംസാരിച്ചാണ് എന്താണ്? തുടങ്ങിയപ്പോൾ ഇത് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. പിന്നെ എന്താണ്? ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരം രജിസ്റ്റർ ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നു? ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു അല്ലേ. ഇതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത് കേരളയും കർണാടകയും ചേർന്നിട്ടാണ്. ഇനി ഇവരുടെ മെമ്പർ സൊസൈറ്റി ഏത്? ക്യാംകോയുടെ മെമ്പർ സൊസൈറ്റികൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് ദി പ്രൈമറി, ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഓക്കെ, ശ്രദ്ധിക്കുക ഏതൊക്കെയാണ്? പ്രൈമറി ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും പിന്നെ എന്താണ്? സ്റ്റേറ്റ് ലെവലിലുമുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, പിന്നെ എന്താണ്? പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ക്യാംകോയുടെ മെമ്പേഴ്സായിട്ട് വരുന്നതാണ്. അത് കൂടാതെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ എന്താണ്? കോർപ്പറേഷൻസ് ഓൺഡ് ബൈ ഗവൺമെൻറ്, നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റീസ്, പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും എന്താണ്?
ക്യാംകോയുടെ മെമ്പേഴ്സായിട്ട് വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? മാർക്കറ്റിംഗ് വിഭാഗത്തിലുള്ളതും പിന്നെ എന്താണ് പ്രോസസ്സിംഗ് കാറ്റഗറിയിലുള്ളതും പിന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ കാറ്റഗറിയിലുള്ള സ്റ്റേറ്റ് ലെവലായാലും പ്രൈമറി ലെവലായാലും ഡിസ്ട്രിക്ട് ലെവലും ആയിട്ടുള്ള സൊസൈറ്റികളെല്ലാം എന്താണ് ക്യാംകോയുടെ മെമ്പേഴ്സിൽ വരുന്നതാണ്. പിന്നെ എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്താണ് ക്യാംകോയുടെ ഒരു മെമ്പറായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് കോർപ്പറേഷൻസും പിന്നെ നാഷണൽ ലെവൽ അപ്പെക്സ് സൊസൈറ്റികളും പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും എന്താണ് ക്യാംകോയുടെ മെമ്പേഴ്സിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് അല്ലേ. ഇനി പറഞ്ഞ് എന്താണെന്ന് നോക്കുക. ഇൻ 2010 ക്യാംകോ എൻറ്റേർഡ് ടു റബ്ബർ പ്രൊക്യൂർമെന്റ്. അപ്പോൾ റബ്ബർ പ്രൊക്യൂർമെന്റ്, റബ്ബർ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന ആ ഒരു പരിപാടിയിലേക്ക് ക്യാംകോ എൻ്റർ ചെയ്യുന്നത് 2010 അല്ലേ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ശ്രേണിയിൽ നമ്മൾ 4 പഠിച്ചു. അതിൽ റബ്ബർ മേഖലയിലേക്ക് ഇവർ കടന്നു വരുന്നത് ഓക്കെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ റബ്ബർ പ്രൊക്യൂർമെന്റിലേക്ക് കടന്നു വരുന്നത് 2010 പിന്നെ എന്താണ് പറയുന്നത്? ക്യാംകോ സ്റ്റാർട്ടഡ് എ സ്മോൾ കൺസ്യൂമർ പാക്കേജ് യൂണിറ്റ് ഇൻ 1997. ഓക്കെ 1997 ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത്? ക്യാംകോ ഒരു സ്മോൾ കൺസ്യൂമർ പാക്കേജ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. സ്മോൾ കൺസ്യൂമർ പാക്കേജ് യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോക്സുകളിലാക്കി കൊടുക്കുന്ന പരിപാടിയാണ് എന്ത് സ്മോൾ കൺസ്യൂമർ പാക്കേജ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിൻ്റെ പേരിൽ വന്ന ഒരു ബ്രാൻഡ് നെയിമാണ് എന്ത് മംഗള സുപ്പാരി. എന്താണ് മംഗള സുപ്പാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം ക്യാംകോയുടെ ഈ ഒരു സ്മോൾ കൺസ്യൂമർ പാക്കേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ ക്യാംകോ സ്മോൾ കൺസ്യൂമർ പാക്കേജ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1997 ജൂലൈയിലാണ്. മംഗള സുപ്പാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ക്യാംകോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ക്യാംകോയുടെ സ്മോൾ കൺസ്യൂമർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ക്യാംകോയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചത് ക്യാംകോയുടെ ഫുൾ ഫോം നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ് ക്യാംകോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റ്, ആദ്യം രജിസ്റ്റർ ചെയ്തത് കർണാടക കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണെങ്കിൽ പിന്നെ അത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മാറുകയും അതിനൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയും പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു കേരളയും കർണാടകയുമായിട്ട് ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സൊസൈറ്റി അവരുടെ മാർക്കറ്റിംഗ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ പ്രൊഡക്റ്റുകളെ പറ്റി പഠിച്ചു. പിന്നെ അവരുടെ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി എവിടെയാണ്? പുട്ടൂരിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സൗത്ത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറിയാണ് എന്ത് പുട്ടൂരിൽ, ക്യാംകോയുടെ ഉടമസ്ഥതയിലുള്ള പുട്ടൂരിലുള്ള ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്നത്. പിന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? അരക്ക, കൊക്കോ, പെപ്പർ, റബ്ബർ, ഇതത്രയും നമ്മൾ പഠിച്ചു. ഇതിന് ശേഷം പിന്നെ നമ്മൾ അവരുടെ ക്യാംകോ ചോക്ലേറ്റ്സ് വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കണ്ടു. അതുകൂടാതെ പിന്നെ നമ്മൾ ഇവരുടെ മാനുവൽസും ഫെർട്ടിലൈസേഴ്സും കാറ്റഗറിയിൽ വരുന്ന കുറച്ച് പ്രൊഡക്റ്റുകളും കണ്ടു. ഇത് കൂടാതെ നമ്മൾ ഇവരുടെ കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും പഠിച്ചതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ക്യാംകോ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. 1973 വന്ന സെൻട്രൽ അരക്കനെറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.